ഹലോ ഗായ്സ്, അപ്പോൾ അതാ സ്കൂളിലേക്കുള്ള പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എടുക്കണ്ട, നോട്ട്ബുക്ക് എടുക്കണ്ട, ബാക്കിയുള്ളത് എടുത്താൽ മതി. നോട്ട്ബുക്കൊക്കെ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അതാ നോട്ട്ബുക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. അതാ 2 വര കോപ്പി 4 വര കോപ്പി പറഞ്ഞിട്ട് അങ്ങനെ കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ വില കുറവുള്ള ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. നല്ല വില കുറവുണ്ടായിരുന്നു നമ്മൾ പുറമേ നിന്ന് മേടിക്കണേക്കാളും. പിന്നെ അതാ ഇത് നെയിം സ്ലിപ്പാണ് കേട്ടോ. ഒരു 2-3 വാങ്ങിയിട്ടുണ്ട് നെയിം സ്ലിപ്പ്. കാണിക്കു പറഞ്ഞു ബൈക്കിൻ്റെ, പിന്നെ അതാ കാറിൻ്റെ. ആ ഇപ്പോൾ 2 ആൾക്കുള്ള ബുക്കുകൾ ഇത്രയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പെട്ടി പെൻസിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും വേണ്ടി വരുന്നതാണ് പെൻസിൽ. ഒരു പെട്ടിയൊന്നും മതിയാവില്ല, ഒരു പെട്ടിയും കൂടി വാങ്ങായിരുന്നു എന്ന് തോന്നിയിട്ട് എനിക്ക്. പിന്നെ കാരണം ഇവർ ദിവസം കൊണ്ടേ കളയണതാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം 4 കട്ടർ എടുത്താട്ടോ. പിന്നെ വിചാരിച്ചു എന്നും ഓരോന്ന് കൊണ്ടുപോയി കളയണമല്ലേ, അപ്പോൾ ഒരു പെട്ടി തന്നെ ഇങ്ങോട്ട് എടുക്കാൻ വിചാരിച്ചിട്ടോ. 20 ഉണ്ട്. അപ്പോൾ ടോട്ടലിൽ എത്രയോ ഒരു കമ്മിയാക്കിയിട്ടാണ് അവർ തന്നത് കേട്ടോ. ഇതിൽ പ്രൈസ് എത്രയാണ്? 100 രൂപേൻ്റെ 78 രൂപയ്ക്കാണ് തന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ പുതിന പേപ്പർ, പിന്നെ കൊല്ലം അങ്ങോട്ട് കാട്ട്, പൊളിക്കണ്ട കാട്ട്, എന്തിനാ അതൊക്കെ പൊളിക്കണേ. പിന്നെ അതേപോലെ തന്നെ റബ്ബറും അതേപോലെ അപ്സരേൻ്റെ ഒരു ബോക്സ് അങ്ങോട്ട് മേടിച്ചു. റബ്ബർ, കട്ടർ, സ്കെയില് അങ്ങനത്തെയൊക്കെ ദിവസവും ഓരോന്ന് കളയണാണ്. അപ്പോൾ അത് മേടിച്ചിട്ടോ. ചെറിയ കുട്ടികളാകുമ്പോൾ അതൊക്കെ തന്നെയായിരിക്കും എല്ലായിടത്തെയും അവസ്ഥ അല്ലേ. അങ്ങനത്തെ കുട്ടികളാണ് ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ തന്നെ അതിനും കമ്മിയാക്കി തന്നു കേട്ടോ. അവർ മൊത്തത്തിൽ വാങ്ങിയപ്പോൾ ഒരു 60 റുപ്യക്ക് 42 അങ്ങനെ എന്തൊക്കെ അങ്ങനെ എടുത്ത് കൊടുത്തു. പിന്നെ അതാ ബോക്സിനും വില കുറവട്ടോ. 2 ഇതായിട്ടുള്ള ബോക്സാണ്. ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സെറ്റാക്കി വയ്ക്കണം. 2 ഭാഗത്തുള്ള കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഇതിങ്ങനെയാണ്. ഇതിന് വന്നിട്ടൊരു എന്താ പറഞ്ഞാൽ ഒരു 70 രൂപ മറ്റേ 70 50 അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ. 70 തോന്നുന്നുണ്ട് ഇതിന്. പിന്നെ അതാ ഒരു പുറത്ത് ഇങ്ങനെ 2 പുറത്ത് ഇങ്ങനെ. പുറത്തുനിന്ന് നമ്മൾ വേറെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതിന് ഒരു എങ്ങനെയാണ് ഒരു 100ൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. 100ൻ്റെ പുറത്ത് വരും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഈ കാർട്ടൂണൊക്കെ ഉള്ളതിന്. ഞങ്ങളധികം അങ്ങനെ പുറത്ത് വേറെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അധികം ഞങ്ങൾക്ക് അങ്ങനെ ആവാറുണ്ട്. അതുകൊണ്ട് വിലേൻ്റെ വ്യത്യാസം നന്നായിട്ട് അറിയാം കേട്ടോ. എന്തായാലും നല്ല തന്നെ കിട്ടി. പക്ഷെ ഞങ്ങളെത്തിയപ്പോഴേക്കും കുറേ അത് കഴിഞ്ഞിരിക്കണം അത്ര കേട്ടോ. ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഹോൾസെയിൽ ആയതുകൊണ്ട് വേഗം പോകുന്നതാണ് അവർ പറഞ്ഞത്. പിന്നെ അതാ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇത് വേണേ പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് വാങ്ങിയതാട്ടോ. 4 എണ്ണം. ഇതിന് 4 എണ്ണത്തിന് എത്രയേ? 4 എണ്ണത്തിന് ഇതിന് വില ഇതിന് അത്രയും പറഞ്ഞു അവർ, ഓർമ്മല്ല. ഇങ്ങനെ അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ സ്കെയില് 2 എണ്ണം കേട്ടോ. പ്രത്യേകിച്ച് 2 എണ്ണം വാങ്ങിയതാണ്. നിൽക്കടാ, ഇതിങ്ങനെ ഒരു ഗെയിമൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതിലിങ്ങനെ ഇതാക്കിയിട്ട് ഓരോ മണി, ഇതിന് ഒരു മണി ഉണ്ട്. ഇവിടെ മണി ഉണ്ടല്ലോ. എവിടെടാ? അതാ കാണണം. ഇവിടെ ഇതാ കണ്ടില്ലേ? ഇതാ ചെറിയ ഗെയിം ഇങ്ങനെ കളിക്കാൻ പറ്റുന്നത്. ഇങ്ങനത്തെ ഇവരുടെയും കൊണ്ട് പോയാൽ പിന്നെ അതാണ് കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കാൻ പറ്റില്ല. അതും ഇതും വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ 2 എണ്ണം 2 ആൾക്കും ഒരേപോലത്തെ കുറച്ച് വ്യത്യാസമുള്ളത് മേടിച്ചിട്ടാ. അതായത് ഇങ്ങനെ തുറക്കുക, ഇങ്ങനെ ആക്കാം, അങ്ങനെയൊക്കെ പറ്റും. ഇത് സ്വിച്ച് പോലത്തെ കണ്ടോ, അങ്ങനെയൊക്കെ ആക്കാം. പിന്നെ അടുത്ത ആളെ ബോക്സ്, ഉണ്ണി ആ ബോക്സ് കാണിക്കും. അത് കേട്ടോ ഒരാളുടെ ബോക്സ്, അത് ഒരാളുടെ ബോക്സ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല കളറും നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഒരു ഭാഗം ഗുരുവോർ പോലെ ഒരു കാണാൻ കാർട്ടൂണാണ് കേട്ടോ. പിന്നെ എന്താങ്ങി, പിന്നെ അതാ വെള്ളക്കുപ്പി വലുത് നോക്കിയപ്പോൾ നല്ല വട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കുടിക്കുമ്പോൾ അത് ചെരിഞ്ഞ് പോകുമല്ലോ വായക്കൂടെയൊക്കെ. അപ്പോൾ ചെറിയതാകുമ്പോൾ പിന്നെ അവരുടെ വായയ്ക്ക് ഒതുങ്ങിയതാണല്ലോ. അപ്പോൾ അടുത്ത ആളുള്ളതാട്ടോ. ഇതാകുമ്പോൾ പിന്നെ അവരുടെ വായയിൽ അങ്ങനെ ഒതുങ്ങിയിരിക്കണോണ്ട് അങ്ങനെ പോവില്ല വെള്ളം കുടിക്കുമ്പോൾ. ചെറിയ കുട്ടികളാകുമ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ കുടിക്കാനൊന്നും അല്ലാണ്ട് നമ്മളെ പോലെ അറിയില്ലല്ലോ. അപ്പോൾ ഇതന്നെ വാങ്ങിട്ടോ. ഇനിയിപ്പോൾ വേനൽക്കാലമൊക്കെ വരുമ്പോഴല്ലേ ചിലപ്പോൾ വലുത് വേണ്ടി വരും. അധികം അവർക്ക് വലുതാണ് മേടിക്കുക, ചെറുതുകൊണ്ടേ തികയില്ല എന്ന് പറഞ്ഞിട്ട്.
ഇപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇതിനും അതേപോലെ വില കുറവാട്ടോ കുട്ടികൾക്കൊക്കെ. നമ്മൾ പ്രത്യേകിച്ച് ഓരോന്നിനും എടുത്ത് പറയണ്ടല്ലോ, ഹോൾസെയിലാകുമ്പോൾ പിന്നെ വില കുറവ് തന്നെ. പിന്നെ ഇനി എന്താ വാങ്ങി? ആ സ്കെയിലിൻ്റെ ഒക്കെ ബോക്സ് തുടങ്ങി. പിന്നെ ഇത് സ്കെയിലിൻ്റെ കേട്ടോ. സ്കെയിൽ നമ്മൾ അതേപോലെ തന്നെ ഒരു ബോക്സ് വാങ്ങി. 10 എണ്ണം വെച്ചുണ്ട് ഇതിൽ. കാണിച്ചു കൊടുക്കാം. ഇവർക്ക് വല്ല നമ്മൾ പെരുന്നാൾക്കൊക്കെ ഡ്രസ്സ് എടുത്താൽ ദിവസവും നോക്കുമല്ലോ, പെരുന്നാളാവണ വരെ. അതേപോലെ കേട്ടോ അവർക്ക് ദിവസമല്ല ഇന്നലെ വാങ്ങിയത് ഇങ്ങനെ എടുത്ത് നോക്കുക, അതൊക്കെ തന്നെയാണ് ഇവർക്ക് പണി കേട്ടോ. എന്തൊക്കെ ഒരു ഇതാണ്. നമ്മൾ അതേപോലെ തന്നെ ആയിരുന്നു അല്ലേ. അപ്പം ഇതും ഓരോ ദിവസവും ഇങ്ങനെ കാണാണ്ടായി വരുന്ന സംഭവമല്ലേ. അപ്പം ഇത് ഒരു ബോക്സ് വാങ്ങിട്ടോ. 10 എണ്ണം ഉള്ളു, എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കളഞ്ഞിട്ട് വരണ്ട കേട്ടോ. മൂസിനെ ഇത് കണ്ടിട്ടേ കളഞ്ഞിട്ട് വരണ്ടാന്ന്. കളയോ? കളഞ്ഞാൽ അടിയിട്ടു. കളയാണ്ട് എല്ലാവരും എല്ലാം എടുത്ത് വെച്ചോട്ടോ. ഓരോന്ന് കഴിഞ്ഞാൽ അതെടുത്ത് വെക്കിന് അതിന് കേട് വരുത്തുന്ന. പിന്നെ ഇത് എന്താ ഇതാട്ടോ സ്നാക്സ് ബോക്സ്. അപ്പോൾ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ പാല് മുട്ടയൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും ആക്കാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചാട്ടോ. അപ്പോൾ ഒരാൾ UKG-യിലും ഒരാൾ 2ാം ക്ലാസ്സിലും. അപ്പോൾ UKG-യിൽ സ്നാക്സ് കൊടുത്തയക്കണമെന്ന് പറഞ്ഞായിരുന്നു കുറച്ചെന്തെങ്കിലും. അപ്പോൾ അതിനുമായി പിന്നെ മുട്ടയൊക്കെ കിട്ടുമ്പോൾ അതിന് കൊടുത്തയക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെ 2ആൾക്കും ഒരേപോലത്തെ വാങ്ങിയിട്ടോ. 2ആൾക്കും സ്പൈഡർമാൻ്റെ വേണം. അപ്പോൾ 2ആൾക്ക് ഭാഗ്യത്തിന് എന്തോ ഒരേപോലെ കിട്ടിയിട്ടോ, അല്ലെങ്കിൽ പിന്നെ അടിയോട് അടിയായിരിക്കും. ഇതിനതേപോലെ എന്തോ വില 50 റുപ്യ വെച്ചേ തോന്നുന്നു കേട്ടോ. 50-ഓ 40-ഓ അങ്ങനെ എന്തോ ആണ്. പിന്നെ അട്ടർണത് പിന്നെ ഇവിടെ കുറച്ചുണ്ട്. അപ്പോൾ ഇതന്നെ വാങ്ങിയുള്ളൂ. അട്ടർണത് ഇതന്നെ വാങ്ങിയുള്ളൂ. പിന്നെ എന്താ ഉള്ളു? ആ പേന എടുക്കുമോ? പേനതാ അപ്പുറത്ത്. പിന്നെ അവരുടെ പേന അവരുടെ അല്ല, ഒരാൾക്കേ ഉള്ളൂ. 2ാം ക്ലാസ്സിൽ ഇനിയിപ്പോൾ വേണ്ടി വരും. ചിലപ്പോൾ എഴുതുകയാണെങ്കിലും അവർക്ക് വാങ്ങിയതാണ്. എഴുതുകയാണെങ്കിൽ ഇനി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉണ്ണി ഷൂ ഇല്ലേ? ഷൂ എടുത്തിട്ട് വാ. കട്ടല്ലടിയിലുണ്ട്. ഒരാൾ പോയാൽ മതി. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. ഒന്ന് പർച്ചേസ് ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ പണി തീർന്നു കേട്ടോ. ഇവരുടെയും കൊണ്ട് പോയി അത് ഇത് പറഞ്ഞിട്ട് കുറേ മേടിച്ചു. എല്ലാം അവിടെ ഇതന്നെ ആയിരിക്കും അവസ്ഥ അല്ലേ. ഇതാ ഷൂ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷൂ ഇതാ നേരെ കാണിച്ചു തരാം ഫ്രണ്ട് ബാക്ക് ക്യാമറയിൽ. ഷൂ നിർബന്ധമല്ല പറഞ്ഞായിരുന്നു. പിന്നെ കുറേ കാലം എത്തുമല്ലോ, കേട് വരില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിയത്. പക്ഷേ ഈ മഴക്കാലത്ത് അങ്ങനെ ഉപയോഗിക്കുമോ എന്ന് സംശയമുണ്ട് കേട്ടോ. ഞാൻ വാങ്ങണോ വാങ്ങണ്ടേ പറഞ്ഞിട്ട് വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഇക്കാറുണ്ട്. പിന്നെ ഇക്കാറിന് ഇരുന്നോട്ടെ, കാല് നല്ല വൃത്തി ഉണ്ടാവില്ല. പക്ഷെ മഴക്കാലം കൊണ്ട് കുറച്ച് വെള്ളമായാൽ പിന്നെ നമുക്ക് ഒരു ജാതി ഉണ്ടാവുമല്ലോ, ഷൂ ഒക്കെ ഇട്ടിട്ടൊന്നും നടക്കാൻ പറ്റില്ല. പിന്നെ അതാ സോക്സും ഷൂ ഇട്ടിട്ട് ആകുമ്പോൾ ഒത്തിരി വെള്ളം വന്നാൽ അതിനൊന്ന് ഊരിയിട്ട് എടുക്കുമ്പോഴൊക്കെ കാലൊരു ജാതി ഉണ്ടാവും. ഇപ്പോൾ മഴക്കാലത്ത് ഇടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്തായാലും ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ എത്തുമല്ലോ, നമ്മൾ സാധാ ചെരുപ്പിനേക്കാളും മഴക്കാലത്തൊക്കെ ഇടുമ്പോൾ കുറേ എത്തുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയതാ. അങ്ങനെ 2ആൾക്കും ഇതാ ഷൂ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഷൂ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പർച്ചേസിങ്ങിൻ്റെയൊക്കെ. പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എടുക്കണം വിചാരിച്ച വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളിതിൽ ബാഗ് എവിടെയെന്ന് തരയുണ്ടാവില്ലേ. ഇപ്പോൾ ബാഗ് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഇവർ ഇപ്പോൾ എത്ര ദിവസം ഉണ്ടായിരുന്ന സ്കൂളിൽ നിന്ന് മാറി. അപ്പോൾ പുതിയ അഡ്മിഷനാണല്ലോ. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ബാഗ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാഗ് വാങ്ങിയില്ല. ഞങ്ങളെ ബാഗ് വാങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഇത് ലാഭമായി കിട്ടിയിട്ടോ. 2ആൾക്കും ബാഗ് വേണം പറഞ്ഞാൽ നടക്കില്ല. അന്ന് ആലോചിക്കാൻ വയ്യ. എങ്ങനെ ഇപ്പോഴത്തെ ബാഗിന് എന്തായാലും ഒരു 500 പുറത്ത് അടുത്ത് നല്ല ബാഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ, നല്ല ബാഗ് വാങ്ങിയാൽ മാത്രമേ കുറേ ദിവസം എത്തുള്ളൂ. ഇവരുടെയൊക്കെ കളിക്ക് എത്തുകയല്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാഗിൻ്റെ ആ ഒരു ഇത് ലാഭമായി കിട്ടി എന്ന് തന്നെ പറയാം. അത് വലിയൊരു സഹായം കേട്ടോ ഇങ്ങനെ കിട്ടുന്നത്. നമുക്ക് മാത്രമല്ല, നമ്മളെക്കാളും പാവപ്പെട്ടവരുണ്ടാവും, സാധാരണക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ബാഗൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം കേട്ടോ സ്കൂളുകാർ ചെയ്യുന്നത്. പിന്നെ കുട വാങ്ങിയില്ല. കുട പിന്നെ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത റെയിൻ കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കുട വാങ്ങിയില്ല കേട്ടോ. പിന്നെ യൂണിഫോമൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. കിട്ടിയിരിക്കും, ഇന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇനിയൊരു ബുധനാഴ്ചയ്ക്ക് ഒരു യെല്ലോ ടീഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി തന്നെ എടുക്കാറുള്ളൂ. അതും കൂടി കഴിഞ്ഞ് മക്കളെ എല്ലാം ഒന്നും പറയണ്ട കേട്ടോ. ഇനി ബാഗും എല്ലാം കൂടി ആണെങ്കിലൊക്കെ ഇതൊന്നും പോരാ കേട്ടോ. ഇതിപ്പോൾ ഒരു 1110 കേട്ടോ. ഇത്രയും ഇത്രയും സാധനങ്ങൾക്ക് 1110. അതും ഷൂ വരട്ടോ. ഞാൻ മാറ്റിയ സാധനങ്ങളാണ് പറഞ്ഞത്. ഷൂവിന് 2നും കൂടി പൈസ ഉണ്ട്. 350 അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ ഷൂവിന്. അപ്പോൾ സ്കൂളിൻ്റെ
പർച്ചേസിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാവിടെയുള്ള പ്രശ്നങ്ങളായിരിക്കും ഈ ഒരു പർച്ചേസിങ്ങും പൈസ ഇല്ലായ്മയൊക്കെ. അതൊക്കെ മേടിക്കുമ്പോഴേക്കും 2 കുട്ടികൾക്ക് 3 കുട്ടികൾക്കൊക്കെ മേടിക്കും. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ കൈ അറിയുന്നതുകൊണ്ടാണ് അങ്ങോട്ടും മാറ്റി പിടിച്ചിട്ട് എടുക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡ് കേട് വന്നു. ഇനി പുതിയതൊന്ന് മേടിക്കണം. ചെറിയ സ്റ്റാൻഡായിരുന്നു, കേട് വന്നു. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്കൂളിലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ, എന്നാലല്ലേ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഫാമിലിയിലെ എല്ലാവരുടെയും കമൻറ്റ് ഞാനും പ്രതീക്ഷിക്കുന്നു, ലൈക്കും പ്രതീക്ഷിക്കുന്നു. കാരണം വ്യൂസ് കയറുന്നതിൻ്റെ അത്ര ലൈക്കും കമൻറ്റും ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയണമെങ്കിൽ കമൻറ്റിലൂടെ അല്ല. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തായി പോയി, ഇത്രയും കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ബൈ പറഞ്ഞ. ബൈ.